എൻ്റെ അധ്യാപകർ ഗാന്ധിജിയെപ്പറ്റി പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് ത്രസിക്കുമായിരുന്നു. ഇന്ത്യൻ ദേശാഭിമാനികളുടെ, സ്വദേശാഭിമാനികളുടെ രാജ്യം നമ്മുടേത്, നമുക്കായിരിക്കണം, ഇവിടെ വിദേശീയർക്ക് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ കഴിഞ്ഞ സാഹസികരായ ദേശാഭിമാനികളുടെ സംഘടിത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വെളുത്തുമ്പതിൻ്റെ സ്വന്തം കഠാരയെടുത്ത് കരൾ കുത്തിപ്പറിച്ച് കരൾ പുറത്തെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ അഭിഷേകം ചെയ്ത് രക്തം ഒഴുക്കിക്കൊണ്ട് ദേവി വിഗ്രഹത്തിൽ ചാരിയിരുന്നാണ് മരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ശ്രീ പീതാംബരക്കുറുപ്പ് സാറിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നുമില്ല. കേരള രാഷ്ട്രീയത്തിൽ അതായത് പ്രസംഗ കുലപതി എന്നാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ അങ്ങയുടെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്നത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ചാണ്. ഞാനത് കേട്ടിരുന്നു പോയി. എങ്ങനെയാണ് ഈ ഒരു ഈ സദസ്സിനെ പിടിച്ചിരുത്താൻ തക്ക വിധത്തിൽ അങ്ങനെയൊക്കെ ഇതുപോലെ പ്രസംഗിക്കാൻ കഴിയുന്നത്? നമ്മുടെ ഓൺലൈൻ ചാനലിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ സഹോദരന്മാരെന്നതിൽ സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ചാനലിൻ്റെ ലക്ഷക്കണക്കായ പ്രേക്ഷകരോട്, ശ്രോതാക്കളോടും എനിക്ക് നന്ദിയും കടപ്പാടും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ മഹാരഥന്മാർ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ കോൺഗ്രസിലെ എത്രയോ നിസ്സാരനും സാധാരണക്കാരനുമായ ഒരു ചെറിയ പ്രവർത്തകനാണ്. പോസ്റ്റർ ഒട്ടിക്കാൻ, ബാനർ വലിച്ചു കെട്ടാൻ, മൈക്ക് അനൗൺസ് ചെയ്യാൻ, ഇതിനൊക്കെ ചെറിയ ആളുകൾ വേണമല്ലോ. അവരുടെ പട്ടികയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു പ്രധാനിയോ പ്രധാനപ്പെട്ട വ്യക്തിയോ ഒന്നുമല്ല. എൻ്റെ കുടുംബം കോൺഗ്രസ് പ്രസ്ഥാനവുമായി എൻ്റെ അച്ഛനമ്മമാരും സഹോദരങ്ങളുമൊക്കെ ബന്ധമുള്ളവരാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊച്ചു പ്രായം മുതൽ തന്നെ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ 1-2 സഹോദരന്മാർ ആ പ്രദേശത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നവരും സഹകരിച്ചിരുന്നവരുമൊക്കെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ പല ആളുകളും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല പാർട്ടികളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളോടും രാഷ്ട്രീയ ചർച്ചകളോടും എനിക്ക് ബാല്യം മുതൽ തന്നെ ഒരാഭിമുഖ്യം വാസ്തവത്തിലുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ പരിമിതികളോടെ വളർന്ന ആളാണ് ഞാൻ സ്കൂളിൽ ചെറുതായി പ്രസംഗിച്ചൊക്കെ തുടങ്ങിയവനാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് വലിയ ഒരു ആകാംക്ഷ വാസ്തവത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എൻ്റെ അധ്യാപകർ ഗാന്ധിജിയെപ്പറ്റി പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് ത്രസിക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി പടംവെഴുതിയ ദേശാഭിമാനികളായ മികച്ച നേതാക്കളെപ്പറ്റി, അവരുടെ ത്യാഗത്തെപ്പറ്റി, അവരനുഭവിച്ച ക്ലേശത്തെപ്പറ്റിയൊക്കെ നമ്മുടെ സ്കൂൾ തലത്തിലെ അധ്യാപകർ അത് അവരുടെ രുചി ഒക്കെ ചേർത്ത് അവർ ആ വിഭവം വിളമ്പുമ്പോൾ ഏതൊരാളിനെയും പിടിച്ചിരുത്താൻ കഴിയുന്ന അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സും അതോടൊപ്പം സഞ്ചരിച്ചു എന്നതാണ് സത്യം. ഞാനൊരു ഗവേഷകരുടെ പശ്ചാത്തലത്തിലോ വലിയ ഔട്ട്സ്റ്റാൻഡിങ് പശ്ചാത്തലത്തിലോ ഒന്നും വളർന്നയാളല്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോട് എനിക്ക് എന്നും ആഭിമുഖ്യമുണ്ട്. അവരുടെ കാര്യങ്ങളിൽ ഞാൻ ധാരാളം സഹകരിച്ചിട്ടുണ്ട്. എന്നെ അവർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പാർലമെൻറ്റ് അംഗമാകാൻ സാധിച്ചത്. നിയമസഭയിലേക്ക് മത്സരിച്ച 2 സ്ഥലത്തും തോറ്റു എങ്കിലും അവിടുത്തെ ജനങ്ങളോട് എനിക്ക് ഇപ്പോഴുമുള്ള ബന്ധം, എനിക്ക് അവരോടുള്ള ആദരവ്, അവർക്കെന്നോടുള്ള ഇഷ്ടം അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ആക്ഷേപകരമായി എന്തെല്ലാം വിളിച്ചു പോകുന്നവരും പറയുന്നവരും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയാം. അധികാരത്തിൽ വന്നിട്ടും കോൺഗ്രസ് എന്തിന്, കോൺഗ്രസ് എങ്ങനെ എന്ന് ബഹുജന സമൂഹത്തെ ക്രിയാത്മകമായി ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കൊന്നും സാധിച്ചിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല, തിരുക്കൊച്ചിയിൽ വന്ന ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല, കേരളത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കും അഥവാ UDF ഗവൺമെൻറ്റുകൾക്കും സാധിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രകൃതിയിലെ
ഒരു ഉജ്ജ്വലമായ ഉൽപ്പന്നമാണ്. സത്തയുടെ പേരിൽ, ചൈതന്യത്തിൻ്റെ പേരിൽ, മഹത്വത്തിൻ്റെ പേരിൽ, അതിൻ്റെ സംഭാവനകളുടെ പേരിൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. നമ്മളൊന്ന് ആലോചിക്കണം. ഭാരതം എത്രയോ മഹിമകളുള്ള ഒരു ഭൂതല പ്രദേശമാണ്. ഈ രാജ്യം, ഇവിടെ ജീവിതം തേടി വന്നവരാണ് ബ്രിട്ടീഷുകാരിവിടെ. അല്ലാതെ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും നമ്മെ ഭാഷാ സാഹിത്യം പഠിപ്പിക്കാനും ഗ്രാമർ പഠിപ്പിക്കാനും കണക്ക് പഠിപ്പിക്കാനും ഒന്നും വന്നവരല്ല. അവർ അങ്ങും ഇങ്ങും കീറിപ്പൊട്ടിയ നിക്കറും ഇട്ട്, പാൻറ്റെന്ന് പറയാൻ കൊള്ളാത്ത തരം ഒരു പ്രാകൃത വേഷവും ഇട്ട്, ചാളത്തടിയിലും പായ്ക്കപ്പലിലുമൊക്കെ കാറ്റിൻ്റെ സഹായത്തോടെ ഇവിടെ വന്ന് പെട്ടവരാണ്. പല വിദേശികളും ഇവിടെ വന്ന് പെട്ടു. പക്ഷേ ഇവിടെ ദീർഘകാലം ജീവിച്ച് ആധിപത്യം പിടിച്ചെടുക്കാൻ സാധിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്, യൂറോപ്യൻസാണ്. ഇപ്പോൾ ഇന്ത്യക്ക് അകത്തുള്ള, കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളുടെയും ജീവനക്കാർ, ഏതാണ്ട് 62 ലക്ഷം ആളുകൾ കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലായി വീടുകളിലും ഹോട്ടലുകളിലും ചായക്കടകളിലും പിന്നെ മറ്റ് തൊഴിൽ മേഖലകളിലും മില്ലുകളിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ. അവരെ നമ്മുടെ മഹത്വം കൊണ്ട് അതിഥി തൊഴിലാളികളെന്നാണ് വിളിക്കുന്നത്. നമ്മളവരെ അതിഥികളായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതിഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ട മിത്രങ്ങളാണ് നമ്മുടെ. അങ്ങനെയാണ് നമ്മളവരെ അഭിസംബോധന ചെയ്തത്. അതുപോലെ വന്നവരാണ്, വിശപ്പടക്കാൻ വന്നവരാണ് സത്യത്തിൽ. പക്ഷേ അവർ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ ഇതൊക്കെ പ്രയോഗിച്ച് നമ്മുടെ രാജ്യം വന്ന് 556 600ഓളം നാട്ടുരാജ്യങ്ങളുടെ ഒരു കൺസോളിഡേഷനായിരുന്നു അന്നത്തെ ഇന്ത്യ, അന്നത്തെ ഭാരതം. ഓരോരുത്തരെ കൈവശപ്പെടുത്തി, ഓരോരുത്തരെ കീഴ്പ്പെടുത്തി, ഓരോരുത്തരെ ഏറ്റെടുത്ത്, അങ്ങനെ അവർ അതിശക്തമായി ക്രമേണ ഇന്ത്യയുടെ ഭരണം അവർ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്ത് വന്നു തുടങ്ങി. ഇവിടെ പൊന്നേ, തേനേ, പാലേ, തൈരേ, ശർക്കര എന്നൊക്കെ പറഞ്ഞ് വന്നവൻ അത് കഴിഞ്ഞ് നിഷ്ഠൂരതയിലേക്ക്, ക്രൂരതയിലേക്ക്, അധികാരത്തിൻ്റെ ആധിപത്യത്തിലേക്ക്, തൻ പ്രമാണിത്വത്തിലേക്ക്, അഹന്തയിലേക്ക് വിട്ടുവീഴ്ചയില്ലാതെ അവനങ്ങ് തുടങ്ങി. ദ റിലൻറ്റ്ലെസ് ഫ്ലോ ഓഫ് ദാറ്റ് ഫോറിനേഴ്സ് ഓൺ ദി ഇന്ത്യൻസ്. അത് വന്നപ്പോൾ വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതിഷേധിച്ചേ തീരൂ, ഇവൻ്റെ അഹന്ത അവസാനിപ്പിച്ചേ തീരൂ എന്ന് തോന്നി. അപ്പോൾ പലയിടത്തും പല മൂവ്മെൻ്റ് അതിനെതിരെ ഉണ്ടായി. തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു. ബംഗാളിൽ ചിലയിടങ്ങളിൽ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു. യു പിയിൽ നമ്മുടെ കേരളത്തേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് യു പി, ഉത്തർപ്രദേശ്. അവിടെയൊക്കെ ചിലയിടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധങ്ങൾ പൊന്തി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അസ്വാസ്ഥ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഝാൻസി റാണിയുടെയൊക്കെ ഇതിഹാസ കഥകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ കഥ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അയൽനാട്ടിലെ. ഇവിടെ വേലുത്തമ്പി ദളവ ദിവാനായിരുന്നപ്പോഴാണ് തിരുവിതാംകൂറിൽ അവരുടെ ആധിപത്യം അസഹനീയമായി മാറുന്ന ഒരു ഘട്ടമുണ്ടായത്. പല ദിവാന്മാരും സഹിച്ചു. പക്ഷേ പഴയ തിരുവിതാംകൂറുകാരനായ വേലുത്തമ്പി ദളവയ്ക്ക് അവരുടെ അഹന്ത അത്ര സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുമായി കർശനമായി ഏറ്റുമുട്ടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ രാജകീയ മനോഭാവം അന്ന് അതിനനുകൂലമായിരുന്നില്ല വാസ്തവത്തിൽ. ദാറ്റ് ഈസ് അനദർ ഡിഫറെൻറ്റ് ചാപ്റ്റർ ഓഫ് ദി ഹിസ്റ്ററി. അന്ന് അതത്ര അനുകൂലമായിരുന്നില്ല. എങ്കിലും വേലുത്തമ്പി ദളവ പൊരുതി. അദ്ദേഹത്തിന് അവസാനം ദയനീയമായ, വേദനാജനകമായ ഒരു രീതിയിൽ മരിക്കേണ്ടി വന്നു. വേലുത്തമ്പിയുടെ ഭരണകാലത്തെ പറ്റിയൊക്കെ നമ്മളൊക്കെ കുട്ടിയിലെ പഠിച്ചിട്ടുണ്ടല്ലോ. അഴിമതി ചെയ്ത ഉദ്യോഗസ്ഥന് കൊടുത്ത ശിക്ഷ, ന്യായമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൈക്കൊണ്ട നിഷ്കർഷ ക്രമീകരണങ്ങൾ, രാജ്യത്തെ സ്വസ്ഥവും സ്വതന്ത്രവുമാക്കി ജനജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ചെയ്ത സാഹസിക പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിലെ അഴിച്ചുപണി, വ്യാപാര വ്യവസായ മേഖലകളിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ, പബ്ലിക് മാർക്കറ്റുകൾ എന്ന ആശയത്തെ
സർക്കാർ തലത്തിൽ പ്രചാരമുള്ളതാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ, അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അന്നത്തെ നൂറ്റാണ്ടുകളിൽ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതിനൊക്കെ എതിർപ്പുകളും ഉണ്ടായി. വേലുത്തമ്പിയുടെ അന്ത്യം തിരുവിതാംകൂറിലെ സമൂഹത്തെ, അഥവാ കേരളത്തിൽ, അന്ന് കേരളമില്ലല്ലോ, കേരളം പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടെ ചേർന്ന മലയാളം സംസാരിക്കുന്നവരുടെ ഒരു നാടായി പിന്നീട് 56 സംയോജന കാലത്ത് മെച്ചപ്പെട്ടു വന്നതാണ്. പക്ഷെ 49 തന്നെ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുകൊച്ചി ഉണ്ടായി. ഭാഷാ സംസ്ഥാനങ്ങൾ ഉടലെടുത്തപ്പോഴാണ് മലബാറിലെ കുറേ ഭാഗങ്ങളോട് ചേർത്ത് നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനമായി രൂപാന്തരപ്പെടുന്നത്. അതിനു മുമ്പ് നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു കേരളം. ആ കേരളം എന്ന സങ്കല്പമാണ്, അത് ചരിത്രപരമായ ഒരു സങ്കല്പമാണ്. അല്ലാതെ അന്ന് കേരളം എന്ന സംസ്ഥാനം ഇല്ല. കേരളം സംസ്ഥാനം ഉണ്ടായി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയും ഈ സായിപ്പന്മാരും തമ്മിൽ പരസ്പരമുള്ള അമർഷം ശക്തിപ്പെട്ടു. വേലുത്തമ്പി ദളവയെ തകർക്കണം, പുകയ്ക്കണം എന്ന് സായിപ്പന്മാരെ തകർക്കണം, അവസാനിപ്പിക്കണം എന്ന് വേലുത്തമ്പി തീരുമാനിച്ചു. അങ്ങനെയാണ് പള്ളാത്തുരുത്തിയിൽ 10-20 സായിപ്പന്മാരെ കയറിൽ കെട്ടി, കല്ലും കെട്ടി, വെള്ളത്തിലിട്ട് ആ കൊലപാതകം നടത്തുകയും അതിരൂക്ഷമായ പ്രതിസന്ധി ഇവിടെ ഉടലെടുക്കുകയും ചെയ്തു. രാജകീയ അധികാര കേന്ദ്രം അല്പം ഭയവിഹ്വലരായി എങ്കിലും വേലുത്തമ്പി ദളവ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു, എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അത് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ആദ്യകാല സംരംഭകരിൽ ഒരാളായിരുന്നു വേലുത്തമ്പി ദളവ. പക്ഷെ അദ്ദേഹം ദിവാനായിരുന്നത് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭൂപടത്തിൽ വരില്ല. ഒരു നാട്ടുരാജ്യത്തിൻ്റെ ദിവാൻ എന്ന നിലയ്ക്കുള്ള ലിമിറ്റ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ജനങ്ങളെ ആ വികാരം ഇളക്കി മറിച്ചു. എന്തിന് നാം ബ്രിട്ടീഷുകാരൻ്റെ അടിയിൽപ്പെട്ട് കീഴിൽപ്പെട്ട് ജീവിക്കണം? ഇത് നമ്മുടെ നാട്, നമ്മുടെ ജന്മഭൂമി, അത് നമ്മൾ തന്നെ ഭരിക്കണം എന്നൊരു വികാരം മനുഷ്യരുണ്ടായി. പക്ഷെ വേലുത്തമ്പി അവർ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു. വേലുത്തമ്പി മണ്ണടിയിൽ ദേവീക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാരി ഇരുന്നു കൊണ്ട് സായിപ്പ് പിടിച്ചു കളയും എന്ന് കണ്ടപ്പോൾ, അതായത് എല്ലാ മര്യാദയും ലംഘിച്ച് കുതിരപ്പട്ടാളവുമായി അമ്പലത്തിനകത്ത് കയറി, ശ്രീകോവിലിനകത്തേക്ക് സായിപ്പന്മാർ ബൂട്ടിട്ട് ചവിട്ടി കയറി വേലുത്തമ്പിയുടെ ഭൗതിക ശരീരം എടുക്കുകയായിരുന്നു. എത്തുന്നതിനും ഏതാനും നിമിഷം മുമ്പ് തന്നെ അദ്ദേഹം അനുജനോട് ആവശ്യപ്പെട്ടു കഴുത്ത് കണ്ടിക്കാൻ. അനുജന് അത് ചെയ്യാൻ കഴിയില്ലല്ലോ. വേലുത്തമ്പി അതിൻ്റെ സ്വന്തം കഠാരയെടുത്ത് കരൾ കുത്തിപ്പറിച്ച് കരൾ പുറത്തെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ അഭിഷേകം ചെയ്ത് രക്തം ഒഴുക്കിക്കൊണ്ട് ദേവീ വിഗ്രഹത്തിൽ ചാരി ഇരുന്നാണ് മരിക്കുന്നത്. അദ്ദേഹത്തെ കുതിരയുടെ പിറകിൽ കെട്ടി ടാറിടാത്ത അന്നത്തെ റോഡിലൂടെ, ഏനാത്തെന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, അടൂരിനും കൊട്ടാരക്കരയ്ക്കും, അവിടെ നിന്ന് ഇന്നത്തെ മെയിൻ റോഡ് MC റോഡിൽ കൂടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിലുള്ള ആ കുന്നിൻ്റെ മുകളിൽ മുക്കാലിയിൽ കെട്ടിത്തൂക്കി. കാക്കയും പരുന്തുമൊക്കെ കൊത്തി വലിച്ച ആ ജീർണിച്ച ശരീരം 1 മാസം അവിടെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് കണ്ണമ്മൂടിയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി മുക്കാലിയിൽ. ആ അസ്ഥികൂടം അവിടെ നിന്ന് 1 മാസം വീണ്ടും. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുന്നവൻ്റെയും ബ്രിട്ടീഷുകാരെ തുരത്താൻ ശ്രമിക്കുന്നവൻ്റെയും അവൻ ദിവാനാണെങ്കിൽ പോലും ഇതായിരിക്കും ഭവിഷ്യത്ത് എന്ന് ജനങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടായി. വേലുത്തമ്പിയെ അവിടെ ആ ഭൗതിക ശരീരം കെട്ടിത്തൂക്കിയിട്ടിട്ട് അവിടെ ആരും ഒരു സംഘം ചെന്ന് പ്രതിഷേധിച്ചതായി കേട്ടിട്ടില്ല. അപൂർവം ചില ആളുകൾ വളരെ അകലെ മൂക്കും പൊത്തി ചെന്ന് നിന്നിട്ട് സങ്കടം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സംഘടിതമായി ഇതിനെതിരെ ഒരു ഫോഴ്സ് അന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സംഘടിക്കാൻ, അധികാരങ്ങൾക്കെതിരെ സംഘടിക്കാനുള്ള ജനങ്ങളുടെ വാസന വാസ്തവത്തിൽ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. തിരുവിതാംകൂർ മേഖലയിൽ, മലയാളികളുടെ മേഖലയിൽ അത് ക്രമേണ അതിശക്തമായി മാറുകയും ഇന്ത്യ ഒട്ടാകെ അത് പടർന്ന് പന്തലിക്കുകയും ബ്രിട്ടീഷുകാരനോട് ഗോ ബാക്ക് പറയത്തക്കവണ്ണം ഇന്ത്യൻ ജനത സജ്ജമാവുകയും ചെയ്തു. ഇതിന് പ്രേരണ നൽകിയ
ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥി മറ്റവനും മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരുതരം രാഷ്ട്രീയം ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് പലരും കോൺഗ്രസ് ആക്ഷേപിക്കാറുണ്ട്. കോൺഗ്രസ് തത്വശുദ്ധിയോടെ, ശ്രദ്ധയോടെ, ഉദ്ദേശശുദ്ധിയോടെ, ദേശാഭിമാന ബോധത്തോടെ, രാജ്യസ്നേഹത്തോടെ, നാടിനോടുള്ള മമത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരദേശികളെ പറഞ്ഞയക്കുക എന്ന ഒരു സംരംഭമായിട്ടാണ് കോൺഗ്രസ് പിന്നീട് 1885 ഉടലെടുക്കുന്നത്. അതിനു മുൻപ് തന്നെ തിരുവിതാംകൂറിൽ ഞാൻ പറഞ്ഞല്ലോ പള്ളാത്തുരുത്തിയിലെ സംഭവം, തിരുവിതാംകൂറിൽ പലയിടത്തും ഉണ്ടായ സംഭവം, വേലുത്തമ്പിയുടെ വധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, തമിഴ്നാട്ടിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഉയർത്തിയ പ്രതിഷേധത്തെ ബ്രിട്ടീഷുകാർ നേരിട്ട രീതികൾ, യു പിയിൽ ഝാൻസി റാണി ഉയർത്തിവിട്ട പ്രതിഷേധങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ പോരാട്ടങ്ങൾ, ഇതെല്ലാം അങ്ങിങ്ങ് ഉയർന്നു വന്ന രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങളുടെ ധ്വനിയും മന്ത്രണങ്ങളുമായിരുന്നു. ഇത് ദേശാഭിമാനികളും അഭ്യസ്തവിദ്യരുമായ ഒരു സംഘം ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇളക്കി മറിച്ച സംഭവമാണ്. ഇന്ത്യയിൽ ആ കാലത്ത് 10-30ഓളം കോളേജുകളാണ് ഉണ്ടായിരുന്നത് പല ഭാഗത്തായി. അവിടെ പഠിച്ചിരുന്ന കുറേ വിദ്യാർത്ഥികൾ, വളരെ കുറച്ച് പേരാണ് അവിടെ പഠിക്കുന്നത്. അവർ ഒരുമിച്ച് ചേർന്ന് ചില മൂവ്മെൻ്റൊക്കെ നടത്തിയെങ്കിലും അതൊക്കെ സായിപ്പന്മാർ കണ്ടുപിടിച്ച് തച്ചുടച്ചു കളഞ്ഞു. എന്നാൽ എന്തും വരട്ടെ എന്ന വിചാരത്തോടെ 1885 സംഘടിച്ച ഒരു സംഘം ദേശാഭിമാനികളുടെ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ കൂടിയ, അപ്പോൾ ആളുകൾ ഇത് ഇപ്പോൾ ചില ആളിലൊക്കെ പറയാണ്ട് ഇത് ഏവോ ഹ്യൂം എന്ന സായിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. അതൊക്കെ ചുമ്മാ വിവരദോഷത്തിൻ്റെ കിരീടം വച്ചവർ പറഞ്ഞു പരത്തുന്ന അപഖ്യാതികളും ആക്ഷേപങ്ങളും ഒക്കെയാണത്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് നമ്മൾ ഉറക്കമൊഴിഞ്ഞ് പറയേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ത്യൻ ദേശാഭിമാനികളുടെ, സ്വദേശാഭിമാനികളുടെ രാജ്യം നമ്മുടേത്, നമുക്കായിരിക്കണം, ഇവിടെ വിദേശീയർക്ക് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ കഴിഞ്ഞ സാഹസികരായ ദേശാഭിമാനികളുടെ സംഘടിത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലെ പല ആളുകളും വകതിരിവില്ലാതെ ദുർവിനിയോഗം ചെയ്യുകയും ആ പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് ഇര തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കേടും കെടുതിയുമൊക്കെ ആ പ്രസ്ഥാനത്തിന് വന്നിട്ടുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് അനദർ മാറ്റർ ടു ബി എക്സാമിൻഡ്. അത് പിന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആ പ്രസ്ഥാനമാണ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ ദേശീയ ബോധത്തെ, ദേശാഭിമാന ബോധത്തെ, ദേശഭക്തി വികാരത്തെ ഒക്കെ ഉണർത്തിയത്. നാം സ്വതന്ത്രരാകണം എന്ന് നമ്മെ കൊണ്ട് തീരുമാനത്തിലെത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുമുമ്പ് ചില ഡൂക്ലി പ്രസ്ഥാനങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായി, പല സംഘങ്ങളുണ്ടായി, പല ആൾക്കൂട്ടങ്ങളുണ്ടായി, പല ആലോചനകളുണ്ടായി. അതെല്ലാം തച്ചുടച്ച് തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ കുതിരക്കുളമ്പുകൾ നമ്മുടെ ആളുകളുടെ നെഞ്ചത്തും മുതുകത്തും ചവിട്ടി മുന്നോട്ട് കുതിച്ചത്. അതിനെയൊക്കെ നേരിടാൻ ഇന്ത്യയിൽ ഒരു ജനതയുടെ സ്ഥിരമായ ധൈര്യം ശക്തിപ്പെടുത്തിയെടുത്തു എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രസക്തിയും മഹത്വവും ശക്തിയും വഴികാട്ടിയായി മാറിയത്.